ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ വൺ ലൈഫ് ബൈ ലെച്ചൂസ്. അപ്പോൾ ഇന്ന് സൺഡേ ആയിട്ട് നമ്മളൊരു വെജിറ്റബിൾ ബിരിയാണി ഉണ്ടാക്കുന്നുണ്ട്. വളരെയധികം സിമ്പിളായിട്ടുള്ളൊരു വെജിറ്റബിൾ ബിരിയാണിയാണ്. ഇഷ്ടപ്പെട്ട എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ നമ്മൾ ആദ്യം ഒരു ചട്ടി വെച്ചിട്ടുണ്ട്. അതിൽ നമ്മൾ നെയ്യാണ് കേട്ടോ ഒഴിച്ചിട്ടുള്ളത്. നെയ്യ് ഒഴിച്ചിട്ട് നമ്മൾ സ്പൈസസ് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. സ്പൈസസ് എന്ന് പറയുമ്പോൾ നമ്മുടെ കയ്യിലുള്ള പട്ട, ഗ്രാമ്പൂ, ഏലക്ക, പിന്നെ കുരുമുളക്, പിന്നെ അങ്ങനെയുള്ള കുറച്ച് സ്പൈസസും ബേ ലീഫ് ഉണ്ടെങ്കിൽ അതിടാം. അപ്പോൾ നമ്മുടെ കയ്യിലുള്ള കുറച്ച് സ്പൈസസ് നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇവിടെ നോമ്പായതുകൊണ്ടാണ് കേട്ടോ വെജിറ്റബിൾ ബിരിയാണി ഉണ്ടാക്കുന്നത്. പിന്നെ നമ്മൾ ചെറുതായിട്ട് അരിഞ്ഞിട്ടുള്ള ക്യാരറ്റും സവാളയും പിന്നെ ബീൻസും കൂടിയിട്ട് അതിൽ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് വഴണ്ട് വരണ വരെ ഇതെല്ലാം കൂടി ഒന്ന് മിക്സാക്കി കൊടുക്കാം. എന്നിട്ട് ആവശ്യത്തിനുള്ള ഉപ്പും ഇട്ട് നമ്മൾ കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഇത് നമ്മളിത് ബസ്മതി റൈസ് വെള്ളത്തിലിട്ടിട്ട് കുതിർത്തതിന് ശേഷം അത് ഊറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ഉപ്പ് ആവശ്യത്തിന് ഞാൻ പറഞ്ഞല്ലോ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഇത്തിരി വെള്ളം തളിച്ച് അത് നമ്മളൊന്ന് ആയി വരണ വരെ ഒന്ന് നോക്കാം. അതിന് ശേഷം നമ്മൾ വെള്ളമൊഴിക്കാം. അതായത് നമ്മുടെ അരി എത്രയാണോ നമ്മൾ എടുത്തിട്ടുള്ളത് അതിന് പാകത്തിനുള്ള വെള്ളം നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കാം. അതിന് ശേഷം നമ്മൾ ഈ വെള്ളം ഒന്ന് തിളച്ച് വരുന്ന വരെ വെയിറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ ദേ ഫൈനലി വെള്ളം തിളച്ച് വന്നിട്ടുണ്ട്. അതിന് ശേഷം നമ്മൾ അരി ആഡ് ചെയ്ത് കൊടുക്കണം. അരി ഇട്ടതിന് ശേഷം പിന്നെ ഇതൊന്ന് നമ്മുടെ അരി കുക്കായി വരുന്ന വരെ നമ്മൾ വെയിറ്റ് ചെയ്താൽ മതി. നമ്മൾ സാധാരണ ഇതൊക്കെ ഉണ്ടാക്കുന്ന പോലെ റൈസൊക്കെ ഉണ്ടാക്കുന്നത് പോലെ കേട്ടോ. അപ്പോൾ നമുക്ക് അതിന് വേണ്ടി ഒന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോൾ അരി പാകമായി വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എല്ലാം വെള്ളമൊക്കെ പറ്റിയതിന് ശേഷം നമ്മൾ വാങ്ങി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ മുകളിൽ നമ്മൾ പുതിനയില അല്ല മല്ലിയില വിതറി കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മളിത് നെയ്യിൽ മൂപ്പിച്ച സവാളയും അണ്ടിപ്പരിപ്പും കശുവണ്ടിയൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിന് കോമ്പിനേഷനായിട്ട് സോയാബീനും പപ്പടവും തൈരും ആയിരുന്നു കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ബൈ.